ഹലോ, അസ്സാം വലൈക്കും. അപ്പം നമ്മൾ ഇന്ന് ഏത് രാജ്യത്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ കൊറിയയിലാണ് കേട്ടോ. കൊറിയ എന്ന് പറയുമ്പോൾ എന്താ ഓർമ്മ വരുന്നതെന്നറിയോ? യൂട്യൂബ് തുറന്നാൽ കാണാം കൊറിയൻ സ്കിന്നിനെ പറ്റിയിട്ട് ഒരുപാട് കൊറിയൻ സ്കിന്നിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. സംഭവം സത്യം കേട്ടോ. എന്താ ഒരു ഗ്ലേസിങ് ഇവരെ കാണാനെന്നോ, ഒരു ഹൗളും വരാന്തിയും പോലെ കണ്ടോ. ഇവർ നമ്മളെ തന്നെ ആകർഷിച്ചുകൊണ്ടിരിക്കണം ഓരോ പ്രൊഡക്റ്റും കാണിച്ചു തന്നിട്ട് കേട്ടോ. കയ്യിൽ തേക്കാൻ, കാലിൽ തേക്കാൻ, തലയിൽ തേക്കാൻ, ഇവരുടെ ഇത് കണ്ടില്ലേ? കുട്ടികൾക്ക് കളിക്കണ സാധനങ്ങളൊക്കെ വാളും വരി വരെ ഉണ്ടായില്ലേ കണ്ടോ. കൊറിയൻ സുന്ദരിമാരെന്നെ അവരുടെ ആക്സസറീസ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ത് ഭംഗിയായി ഇനി പറയൂല കേട്ടോ എന്ന് വിചാരിക്കും. പക്ഷെ വീണ്ടും ഞാൻ പറയുകയാണ്, എന്തൊരു ഭംഗി, എല്ലാം ഭംഗി. കാണുന്നത് മൊത്തം ഭംഗി എന്ന് പറഞ്ഞാൽ പിന്നെ വേറൊന്നും പറയാനില്ലല്ലോ. എന്തായാലും ശരി, ഞാൻ നടന്ന് വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ഉഷിനെയും കാണാനില്ല, എൻ്റെ പാപ്പാനെയും കാണാനില്ല, എൻ്റെ ബേബിനെയും കാണാനില്ല, എൻ്റെ കുഞ്ഞാറ്റിനെയും കാണാനില്ല, എൻ്റെ മനുവിനെയും കാണാനില്ല, എൻ്റെ ആഷിമാനും റീനും എവിടെയെന്ന് തന്നെ അറിയില്ല. എന്തായാലും ഞാനിങ്ങനെ കുറേ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരൊക്കെ ഏത് രാജ്യത്ത് കൂടെയെന്ന് എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ. എന്തായാലും ശരി, എല്ലാവരും കൂടെ ഒരുമിച്ച് എത്തുമെന്ന് വിചാരിക്കണം. കാരണം ഫോണും ഇല്ല, സിമ്മും ഇല്ല എന്ന് പറയുന്ന പോലെയാണ്. ഇവിടെ എത്തിയപ്പോഴും നമ്മുടെ സിമ്മൊന്നും വർക്കല്ലല്ലോ. അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഇതുണ്ടോ, കൊറിയയുടെ ഫസ്റ്റ് ഭാഗം കാണിക്കുമ്പോഴേ ചൈനയുടെ ഒരു ടച്ച് വന്നോ എന്ന് എനിക്കൊരു ഡൗട്ട്. ഇല്ല. കാരണം ചൈനനെ കാണിച്ചപ്പോഴും ഒരു റെഡ് വന്നിരുന്നു, പക്ഷെ ചൈന മൊത്തം റെഡായിരുന്നു കേട്ടോ. ഇവിടെ കൊറിയയുടെ ഒരു തലഭാഗം മാത്രമേ ഉള്ളൂ. ഇതുണ്ട് അവരുടെ ഫ്രൂട്ട്സ്, അവരുടെ ജ്യൂസ്, അവരുടെ ബൊഫെ പോലുള്ള ഹോട്ടൽ, അതിലൊക്കെ നല്ല തിരക്കുണ്ടോ. നമ്മൾ മാത്രമൊന്നുമല്ല, എത്ര വിദേശികളാണെന്നോ, എന്തോരം വിദേശികളാണെന്നോ. എന്തായാലും ശരി, സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ മാത്രമല്ല, ഞാൻ എൻ്റെ കൂട്ടം തെറ്റിയ കുഞ്ഞാടിനെ പോലെ ഞാനിങ്ങനെ തിരയുന്നുണ്ട് ഇവരൊക്കെ ഇവിടെ പോയി കിടക്കണമെന്ന്. ഇവിടെ ഒന്നും കാണാനില്ല, ഒരു മനുഷ്യനെ കാണാനില്ല, എൻ്റെ കൂടെ വന്ന ആരെയും കാണാനില്ല. ഭാഷ അറിയില്ല, നാടും അറിയില്ല, സ്ഥലം അറിയില്ല. അതാ പോണു ഉഷ്. കണ്ടു കേട്ടോ, ഉഷിനെ കണ്ടു. അതിന് പിന്നാലെ പോട്ടേനെ. ഇതുണ്ടോ, ഒരിക്കൽ കൂടി ഞാൻ കൊറിയനെ കാണിച്ചു തരാണ് കേട്ടോ. നമ്മളിപ്പോൾ എവിടെയാണ്? കൊറിയ. എത്ര രാജ്യങ്ങളുണ്ട് ഇനിയും കാണാനെന്നറിയോ? എനിക്കറിയില്ല. അത് മൊത്തം ഇപ്പോൾ ഞാൻ കയറി ഇറങ്ങുന്നു, ഈ രാജ്യം മൊത്തം കയറി ഇറങ്ങുന്നു എനിക്ക് ഒരു എന്താ പറയുക ഉറപ്പില്ല. അങ്ങനെ അയ്യോ, ഉഷിനെ വീണ്ടും കാണാതായിട്ടോ. മനുവിനെ കിട്ടി. മനു പിന്നെ ബോഡി ഗാർഡായിട്ട് എൻ്റെ മുന്നിൽ നടക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഒരു കൊച്ചു സുന്ദരി കണ്ടില്ലേ? മാഷാ അല്ലാ. എന്തായാലും ശരി, ഓരോരുത്തർ ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നണില്ല. ഇവരുടെ എന്ത് ഫുഡാണ്, എന്ത് ഭക്ഷണമാണെന്ന് അറിയില്ലല്ലോ. എനിക്ക് എന്താ പറയുക, മുതലയും പാമ്പും പല്ലിയൊക്കെ അവിടെ ചുട്ടപ്പോൾ തന്നെ, ചൈനക്കാരുടെ ഫുഡിൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് പിന്നെ ഇവിടുത്തെ ഒന്നും കഴിക്കാൻ തോന്നിയിട്ടില്ല. എന്തായാലും ശരി, കുഞ്ഞാറ്റനെ എൻ്റെ കയ്യിൽ കിട്ടിക്കണു. കുഞ്ഞാറ്റയാണെങ്കിൽ ഏത് മ്യൂസിക് കാണുമ്പോഴും അവൾ എന്താ പറയുക, ഇടുപ്പും തലയും കൈകൊണ്ടൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ, ടാറ്റാ, ബൈ, സീ യു. അയ്യോ, ഒപ്പമുള്ളവരൊക്കെ എവിടെയെങ്കിലും പോയി മറിയുമ്പോഴേക്കിനും പോട്ടെ. ടാറ്റാ, ബൈ, സീ യു.